കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 6 വരിയിൽ ദേശീയപാത വികസനം പുരോഗമിക്കുകയാണ്. ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ദേശീയപാത പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുമ്പോൾ അത് കേരളത്തിന്റെ വികസന കുതിപ്പിന് പുത്തൻ ഉണർവേകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴിതാ ദേശീയപാതയും കടന്ന് കേരളത്തിലെ റോഡ് വികസനം മുന്നോട്ടു പോകുകയാണ്. കൊല്ലം തേനി ദേശീയപാത 4 വരിയായി വികസിപ്പിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിവരം കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ഭൂമിരാശി പോർട്ടലിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണിപ്പോൾ. അഞ്ചാലുമൂട്ടിൽ നിന്ന് ബൈപ്പാസ് നിർമ്മിക്കുന്നത് പരിഗണിച്ചിരുന്നെങ്കിലും നിലവിൽ ബസ് സർവീസ് നടത്തുന്ന അഞ്ചാലുമൂട് ഇളമ്പള്ളൂർ ചിറ്റുമല വഴിയുള്ള പാത വികസിപ്പിക്കാനാണ് തീരുമാനം. 4 വരിയായി വികസിപ്പിക്കുന്ന പാതയ്ക്ക് സർവീസ് റോഡുകൾ ഉണ്ടാകില്ല. നിലവിലുള്ള കൊടുംവളവുകൾ നിവർത്തി 24 മീറ്ററിലാണ് 4 വരിയായി റോഡ് വികസിപ്പിക്കുന്നത്. നിലവിൽ പാതയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും 12 മുതൽ 14 മീറ്റർ വരെയാണ് വീതിയുള്ളത്. ചില പ്രദേശങ്ങളിൽ ഇത് 10 മീറ്റർ മാത്രമാണ്. 45 മീറ്റർ ആക്കിയാൽ മാത്രമേ സർവീസ് റോഡ് നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. ഇതിനുവേണ്ടി വലിയ തുക നൽകി ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്നത് വലിയ ബാധ്യതയുണ്ടാക്കും. അതുകൊണ്ടാണ് സർവീസ് റോഡില്ലാതെ 4 വരിയായി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. കടവൂർ മുതൽ ചെങ്ങന്നൂർ ആഞ്ഞിലിമൂട് വരെയാണ് കൊല്ലം തേനി ദേശീയപാത വികസിപ്പിക്കുന്നത്. 2 മേഖലകളിലായി തിരിച്ചാണ് നിർമ്മാണം. കടവൂർ മുതൽ ചക്കുവള്ളി വരെ 25.3 കിലോമീറ്ററാണ് ആദ്യ മേഖല. ചക്കുവള്ളി മുതൽ ആഞ്ഞിലിമൂട് വരെ 29 കിലോമീറ്റർ ദൂരം രണ്ടാം മേഖല. 2 മേഖലകളിലായി തിരിച്ചിട്ടുണ്ടെങ്കിലും ഒരേ സമയത്താകും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുക. ഭൂമി ഏറ്റെടുക്കൽ, പാത നിർമ്മാണം എന്നിവയ്ക്കായി 1000 കോടി രൂപയാണ് മൊത്തം ചിലവ് പ്രതീക്ഷിക്കുന്നത്. കൊല്ലം തേനി ദേശീയപാത 183 വികസനവുമായി ബന്ധപ്പെട്ട കൊല്ലം മുതൽ ചെങ്ങന്നൂർ ആഞ്ഞിലിമൂട് വരെ 62 കിലോമീറ്ററിൽ 3100 വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കേണ്ടതായും വരും. 24 മീറ്ററിലാണ് റോഡ് വികസിപ്പിക്കുന്നത്. ഇതിനായി മാറ്റി സ്ഥാപിക്കേണ്ട വൈദ്യുതി തൂണുകൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, ജലവിതരണ പൈപ്പുകൾ എന്നിവയുടെ കണക്കെടുപ്പിനായി യൂട്ടിലിറ്റി സർവേ നടത്തിയിരുന്നു. ഇവ മാറ്റി സ്ഥാപിക്കുന്നതിനു വേണ്ട ചിലവിന്റെ അടങ്കൽ തയ്യാറാക്കുന്നത് ാണ് കണക്കെടുത്തത്. മാറ്റി സ്ഥാപിക്കേണ്ടവയിൽ ഹൈടെൻഷൻ വൈദ്യുതി ലൈനുകളും ഉൾപ്പെടും. സ്ഥലമേറ്റെടുപ്പിന് ശേഷം യൂട്ടിലിറ്റി ഡക്റ്റായി ദേശീയപാതയുടെ അലൈൻമെന്റിൽ നീക്കിവെക്കുന്ന സ്ഥലത്തായിരിക്കും ഇവ മാറ്റി സ്ഥാപിക്കുക. ദേശീയപാത നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കൊപ്പം സമാന്തരമായിട്ടാണ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിനായി വേണ്ട ചിലവിനുള്ള അടങ്കൽ വരും ദിവസങ്ങളിൽ തയ്യാറാക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു. കൊല്ലം തേനി ദേശീയപാതയുടെ ഭാഗമായി മാറിയ ചെങ്ങന്നൂർ മുതൽ കോട്ടയം ഐഡ വരെയുള്ള ഭാഗത്തിന്റെ വികസനം ഏറ്റവും ഒടുവിലായിരിക്കും. MC റോഡിന്റെ ഭാഗമായിരുന്ന ഈ ഭാഗവും 24 മീറ്ററിലാണ് വികസിപ്പിക്കുന്നത്. ഇതിന്റെ രൂപരേഖ തയ്യാറാക്കാനുള്ള കൺസൾട്ടൻസിയെ നിയമിക്കാൻ ദേശീയപാത വിഭാഗം ടെൻഡർ വിളിച്ചു. റീച്ച് 2ലാണ് ചെങ്ങന്നൂർ ആഞ്ഞിലിമൂട് മുതൽ കോട്ടയം വരെയുള്ള ഭാഗം ഉൾപ്പെടുത്തിയതെങ്കിലും റീച്ച് 1, 3, 4 എന്നിവയുടെ രൂപരേഖയുടെ അടങ്കലിനാണ് അംഗീകാരമായത്. 3 റീച്ചുകളുടെ വികസനത്തിന് 3100 കോടി രൂപയുടെ അടങ്കലാണ് അംഗീകരിച്ചത്. റീച്ച് 1 കൊല്ലം കടവൂർ മുതൽ ചെങ്ങന്നൂർ ആഞ്ഞിലിമൂട് വരെയും, റീച്ച് 3 കോട്ടയം മുതൽ പൊൻകുന്നം വരെയും, റീച്ച് 4 മുണ്ടക്കൈ മുതൽ കുമളി വരെയുമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.